ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂമി എന്ന ഗ്രഹത്തിന്റെ മഹത്തായ ഭൂമികളിലൊന്നാണ് ആമസോൺ. എന്നാൽ ആ ഭൂമിയിൽ നഗരങ്ങൾ ആ വനത്തിനുള്ളിൽ നിലനിന്നിരുന്നുവെന്ന ഐതിഹ്യങ്ങൾ നൂറ്റാണ്ടുകളായി പ്രചരിക്കുന്നുണ്ട്. സ്വർണ്ണ നഗരമെന്ന് കരുതപ്പെടുന്ന എൽ ഡൊറാഡോയ്ക്കായുള്ള തിരച്ചിൽ ഭൂപടത്തിൽ നിന്ന് വളരെ അകലെയുള്ള നിരവധി സ്പാനിഷ് പരിവേഷകരെ ആകർഷിച്ചു. അവരിൽ ചിലർ ഒരിക്കലും മടങ്ങി വന്നില്ല. 20-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് പരിവേഷകനായ പെർസി ഫോസറ്റ് നഷ്ടപ്പെട്ട നഗരങ്ങൾ ആമസോൺ കാടുകളിൽ ഉണ്ട് എന്ന് വിശ്വസിച്ച് അന്വേഷണം ആരംഭിച്ചു. അദ്ദേഹം കാട്ടിലേക്ക് അപ്രത്യക്ഷനായി. 600 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു കഥയിൽ പൂർത്തിയാകാത്ത സ്വന്തം അധ്യായം അദ്ദേഹം ചേർത്തു. പുരാതന നഗരങ്ങൾ യഥാർത്ഥത്തിൽ ആമസോണിൽ നിലനിന്നിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതിനാൽ ഇപ്പോൾ ഇതിവൃത്തം ഒരു പുതിയ ട്വിസ്റ്റ് എടുത്തിരിക്കുന്നു. കട്ടിയുള്ളതും വിദൂരവുമായ വനങ്ങളിൽ നഗര അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമാണെങ്കിലും ഒരു പ്രധാന സാങ്കേതിക വിദ്യ ഗെയിമിനെ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. ഏകദേശം 650 അടി ഉയരത്തിൽ ഒരു ഹെലികോപ്റ്ററിൽ ശാസ്ത്രജ്ഞർ ലൈറ്റ് അധിഷ്ഠിത റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യ അതായത് ലിഡാർ ഉപയോഗിച്ച് 600 വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട ബൊളീവിയൻ ആമസോണിലെ ചുറ്റുമുള്ള വിശാലമായ നഗരവാസ സ്ഥലത്തിന്റെ പുരാതന അവശിഷ്ടങ്ങൾ തിരിച്ചറിയുകയും ഡിജിറ്റലായി അത് നശിപ്പിക്കുകയും ചെയ്തു. CE 500-1400 സ്മാരക പ്ലാറ്റ്ഫോമും പിരമിഡ് വാസ്തുവിദ്യയും അഭിമാനിക്കുന്ന സാമൂഹികമായി സങ്കീർണമായ കാസറബെ സംസ്കാരത്തിന്റെ ശക്തമായ ഒരു കോട്ടയാണ് ഈ പുതിയ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഉയർത്തിയ കോസ്വേകൾ സബർബൻ പോലെയുള്ള ജനവാസ കേന്ദ്രങ്ങളുടെ ഒരു കൂട്ടത്തെ ഇത് ബന്ധിപ്പിച്ചു. ഇത് ഭൂപ്രകൃതിയിലുടനീളം മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്നു. അത് ജലസംഭരണികളും കനാലുകളുമുള്ള ഒരു വലിയ ജലനിയന്ത്രണവും വിതരണ സംവിധാനവും കൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്നു. ആ സൈറ്റ് ആമസോണിലെ മഴക്കാടുകളുടെ മരുഭൂമി യഥാർത്ഥത്തിൽ വളരെയധികം ജനവാസമുള്ളതും നഗരവൽക്കരിക്കപ്പെട്ടതുമായ സ്ഥലങ്ങളെ ചൂണ്ടുന്നു. ആ പ്രദേശത്തിന്റെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു ജനവാസം ഉണ്ടായിരുന്നതെന്ന് സൂചിപ്പിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലാണ്. ജർമ്മൻ ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സഹരചയിതാവ് ഹെയ്ക്കോ പ്രൂമേഴ്സ് കാണാൻ ആഗ്രഹിക്കാത്തവരെ പോലെ ആരും അന്തരല്ലെന്ന് സമർത്ഥിക്കുന്ന ഒരു പഴയ സ്പാനിഷ് പഴഞ്ചൊല്ല് പരാമർശിക്കുന്നു. ഒരു കാടിനെയും മനുഷ്യർ സ്പർശിക്കാത്ത വിശാലമായ പ്രദേശങ്ങളെയും കുറിച്ച് ശരിക്കും പറഞ്ഞ യൂറോപ്യന്മാർ സൃഷ്ടിച്ച ഒരു മിഥ്യയാണിത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ പരിവേഷണത്തിന് അർഹമായ പുരാവസ്തു സൈറ്റുകൾ ഇവിടെ ഉണ്ടെന്ന് കാണാൻ ധാരാളം ആളുകൾ ആഗ്രഹിച്ചില്ല. ഫ്ലോറിഡ സർവകലാശാലയിലെ നരവംശ ശാസ്ത്രജ്ഞനായ മൈക്കൽ ഹെക്കൻബർഗർ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. എന്നാൽ ഏകദേശം 2 പതിറ്റാണ്ടുകളായി അദ്ദേഹം ആമസോണിലെ നാഗരികതയെക്കുറിച്ച് പേടിച്ചിരുന്നു. പാർക്ക് ലാൻഡുകൾ, ജോലി ചെയ്യുന്ന വനങ്ങൾ, മത്സ്യ ഫാമുകൾ എന്നിവയുടെ പരിഷ്കരിച്ച ലാൻഡ്സ്കേപ്പ് പുരാതന ആമസോണിൽ മറ്റൊരിടത്തും കണ്ടതായി അദ്ദേഹം കുറിക്കുന്നു. എന്നാൽ പുതിയ ഗവേഷണം തികച്ചും പുതിയ അറിവുകൾ വെളിപ്പെടുത്തുന്നു. ആമസോണിലെ നാഗരികതയുടെ മുൻ ഉദാഹരണങ്ങളിൽ ബ്രസീലിയൻ ആമസോണിലെ അപ്പർ സിംഗു മേഖല ഉൾപ്പെടുന്നു. അവിടെ ഹെക്കൻബർഗർ കുയ്ക്കൂറോ നാഷനുമായി ചേർന്ന് പ്രവർത്തിച്ചു. അവർ ഇത്തരം സെറ്റിൽമെന്റുകളെ ഒരുമിച്ചുള്ള ഗ്രാമങ്ങളുടെ ഗ്രൂപ്പുകളായി വിശേഷിപ്പിച്ചു. അവ സാങ്കേതികമായി നഗരങ്ങളല്ല, ചില വിദഗ്ധർ വാദിച്ചു. കാരണം അവയ്ക്ക് വ്യക്തമായി നിർവചിക്കപ്പെട്ട വലിയ കേന്ദ്രങ്ങൾ ഇല്ല. പ്ലാറ്റ്ഫോം കുന്നുകളും ആകൃതിയിലുള്ള ക്ഷേത്രങ്ങളും പോലുള്ള സ്മാരക വാസ്തുവിദ്യകളുമുണ്ട്. എന്നാൽ ആ നഗര കേന്ദ്രങ്ങൾ ലാനോസ് ഡി മോജോസിൽ കാണാം. സമ്പൂർണ്ണ നഗരവൽക്കരിക്കപ്പെട്ട ആമസോണിയൻ ഭൂപ്രകൃതിയുടെ ഏറ്റവും വ്യക്തമായ സാഹചര്യം ഇതാണ്. ഹെക്കൻബർഗ് കുറിക്കുന്നു, ഇത് ഒരു അത്ഭുതകരമായ സൃഷ്ടിയാണ്. മനുഷ്യർ അവരുടെ ഭൂപ്രകൃതികളുമായി പ്രവർത്തിക്കാനും വലുതുമായ ജനസംഖ്യയുമായി പ്രവർത്തിക്കാനും മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ വളരെ ശ്രദ്ധേയമായ ശ്രേണി ഇത് കാണിക്കുന്നു. മുൻ പുരാവസ്തു ഗവേഷണങ്ങളും മറ്റു വിദൂര സംവേദന ശ്രമങ്ങളും ലാനോ ഡി മോജോസ് മേഖലയിലെ 1700 ചതുരശ്ര മൈലിലധികം വിസ്തൃതിയുള്ള 100 കണക്കിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ കണ്ടെത്തി. വസിച്ചിരുന്ന വാസസ്ഥലങ്ങൾ ഉൾപ്പെടെ പ്രധാന വിളകൾ വേട്ടയാടുകയും മത്സ്യബന്ധനം നടത്തുകയും ചോളം കൃഷി ചെയ്യുകയും ചെയ്തു. ഏകദേശം 600 മൈൽ കോസ്വേകളും കനാലുകളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു വിദൂര ഉഷ്ണമേഖലാ വനത്തിൽ അവയെ മാപ്പ് ചെയ്യുന്നതിലെ ലോജിസ്റ്റിക് വെല്ലുവിളികൾ അനേകമായിരുന്നു. വിദൂരമായ വനപ്രദേശം പരിവേഷണം ചെയ്യാൻ പ്രയാസമാണ്. അവശിഷ്ടങ്ങൾ വായുവിൽ നിന്നുപോലും കണ്ടെത്താൻ പ്രയാസമാണ്. അവിടെ എത്തുന്നതുവരെ എന്താണെന്ന് അറിയാൻ ഒരു മാർഗവുമില്ല. അവിടെ എത്തുമ്പോൾ സൈറ്റുകൾ കണ്ടെത്താനും ഓറിയന്റ് ചെയ്യാനും ശ്രമിക്കുന്നതിൽ പ്രശ്നങ്ങളുമുണ്ട്. റൂമേഷ് പറയുന്നത് ഇതാണ്. ഏകദേശം 500-നും 1400-നും ഇടയിൽ ബൊളീവിയയുടെ കാസറബ സംസ്കാരത്തിന്റെ ഹൃദയഭാഗം എന്തായിരുന്നുവെന്ന് ഒരു വിമാനത്തിൽ നിന്ന് കാണുന്നതിന് ഏകദേശം 4 ചതുരശ്ര മൈൽ മുതൽ 32 ചതുരശ്ര മൈൽ വരെ വലിപ്പമുള്ള 6 വ്യത്യസ്ത പ്രദേശങ്ങളുടെ എയർബോൺ ലിഡാർ മാപ്പിംഗ് സംഘം കണ്ടെത്തി. ഒരു ലിഡാർ സിസ്റ്റം ഇൻഫ്രാറെഡ് രശ്മികളുടെ ഒരു ഗ്രിഡിനെ വെടിവയ്ക്കുന്നു. സെക്കൻഡിന് ലക്ഷക്കണക്കിന്. ഓരോ ബീമും ഭൗമോപരിതലത്തിൽ അടിക്കുമ്പോൾ അത് ഒരു അളവുകോൽ ദൂരത്തിൽ കുതിക്കുന്നു. ഇത് ഡാറ്റ പോയിന്റുകളുടെ ഒരു വലിയ ക്ലൗഡ് ഉണ്ടാക്കുന്നു. അത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലേക്ക് നൽകാനും കഴിയും.
അത് ഉയർന്ന റെസല്യൂഷൻ ഇമേജുകൾ സൃഷ്ടിക്കുകയും അതിൽ ശാസ്ത്രജ്ഞർക്ക് ആമസോണിനെ ഡിജിറ്റലായി നശിപ്പിക്കാൻ കഴിയും. എങ്ങനെയെന്നല്ലേ? മരങ്ങൾ തുടച്ചു നീക്കുന്നതിലൂടെ. ഭൂപടങ്ങൾ ഭൂമിയുടെ ഉപരിതലവും അതിലെ പുരാവസ്തു സവിശേഷതകളും വെളിപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ മുമ്പ് അറിയപ്പെടാത്ത 11 ഉൾപ്പെടെ 26 അദ്വിതീയ സൈറ്റുകൾ ചിത്രങ്ങൾ വ്യക്തമായി കാണിച്ചു. 26 സൈറ്റുകളിൽ 2 വലിയ നഗര കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ലാൻഡ് ഡൈവർ, കോട്ടോക്ക ഇവ ഇതിനകം നിലവിലുണ്ടെന്ന് അറിയാമായിരുന്നു. എന്നാൽ പുതിയ ഭൂപടങ്ങൾ അവയുടെ പുരാവസ്തു സങ്കീർണതയും വലിയ വലിപ്പവും യഥാക്രമം 0.5 മുതൽ 1.2 ചതുരശ്ര മൈൽ വിശദമാക്കിയിരുന്നു. ഓരോ വലിയ കേന്ദ്രത്തിന് ചുറ്റും കിടങ്ങിന്റെയും കൊത്തളത്തിന്റെയും തുടർച്ചയായ വളയങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു. സൈറ്റുകളിൽ കൃത്രിമ ടെറസുകൾ, കൂറ്റൻ മൺ പ്ലാറ്റ്ഫോം, കെട്ടിടങ്ങൾ, 70 അടിയിലധികം ഉയരമുള്ള കോണാകൃതിയിലുള്ള പിരമിഡുകൾ എന്നിവയുണ്ട്. ഈ ആകർഷണീയമായ നാഗരികവും ആചാരപരവുമായ കെട്ടിടങ്ങളെല്ലാം വടക്കു പടിഞ്ഞാറ് ദിശയിലാണ് നിർമ്മിച്ചിരുന്നത്. ആമസോണിലെ പുരാതന സൈറ്റുകളിൽ മറ്റെവിടെയെങ്കിലും നിരീക്ഷിക്കപ്പെട്ട ഒരു പ്രപഞ്ചലോക വീക്ഷണത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. അതുപോലെ കനാലുകളും പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് നീണ്ടുകിടക്കുന്നു. നദികളുമായും ലഗുണ സാൻജോസുമായും ബന്ധിപ്പിക്കുന്നു. ഇത് പ്രത്യക്ഷത്തിൽ കോട്ടോക്കയിലേക്ക് വെള്ളം എത്തിച്ചു. അടിസ്ഥാനപരമായി അവർ അവരുടെ പ്രപഞ്ചശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപ്രകൃതിയെ പുനർനിർമ്മിച്ചു. അത് മനസ്സിനെ സ്പർശിക്കുന്നതാണ്. മെസോ അമേരിക്കയിൽ വൈദഗ്ധ്യമുള്ള പഠനത്തിൽ ഉൾപ്പെടാത്ത കൊളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പുരാവസ്തു ഗവേഷകനായ ക്രിസ് ഫിഷർ പറയുന്നു, ഈ വാസ്തുവിദ്യ മണ്ണിഷ്ടികയിൽ നിർമ്മിച്ചതാണ് എന്നതാണ് ഒരേ ഒരു പ്രശ്നം. അതിനാൽ അക്കാലത്ത് അത് മായൻ മേഖലയിലെ മറ്റെന്തിനേയും പോലെ മനോഹരമായിരുന്നു. മായയുടെ സ്മാരകങ്ങൾ നിലനിന്നത് അവയ്ക്ക് ചുണ്ണാമ്പുകല്ല് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇവ അത്ര മോടിയുള്ളതല്ലായിരുന്നു. കാസറബെ തീർച്ചയായും മായയെ പോലെ അറിയപ്പെടുന്നില്ല. ഈ പ്രദേശത്ത് ഒരു ദശാബ്ദക്കാലം നടത്തിയ പുരാവസ്തു ഗവേഷണ പ്രവർത്തനങ്ങൾ അവരുടെ സംസ്കാരം വ്യത്യസ്തമായിരുന്നുവെന്നും അവർ അധിവസിച്ചിരുന്ന പ്രദേശം നദീതര വനങ്ങളാൽ വർഷം തോറും വെള്ളപ്പൊക്കമുള്ളതാണെന്നും കാണിക്കുന്നു. സ്മാരക പ്ലാറ്റ്ഫോമുകളും കുന്നുകളും ക്ഷേത്രങ്ങളും പ്രമുഖമായ ആന്റിഡിയൻ സംസ്കാരങ്ങൾ ഭൂമിശാസ്ത്രപരമായി വളരെ അകലെയല്ല. എന്നാൽ ആന്റിഡിയൻ ജനതയുടെ കടന്നുകയറ്റമോ അവരുടെ സ്വാധീനമോ ഈ നഗരപ്രദേശങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദിയല്ല. റൂമേഴ്സ് പറയുന്നു. ആന്റിഡീസ് വളരെ നന്നായി പഠിച്ചിട്ടുണ്ട്. ആന്റിഡീസിൽ ഇത്തരത്തിലുള്ള ഒരു സൈറ്റും നിങ്ങൾ കണ്ടെത്തുകയില്ല. അതിനാൽ ഇത് ആന്റിഡീസിൽ നിന്ന് വന്നതല്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇത് അദ്വിതീയമായി ആമസോണിയനാണ്. കാസറബയ്ക്കും അവരുടെ വാസസ്ഥലങ്ങൾക്കും എന്ത് സംഭവിച്ചു എന്നത് ഒരു നിഗൂഢതയായി തുടരുന്നു. എന്നാൽ സൈറ്റുകളിലെ കണ്ടുപിടുത്തലുകൾ സൂചിപ്പിക്കുന്നത് അവരുടെ അധിനിവേശം CE 1400 അവസാനിച്ചിരുന്നു എന്നാണ്. വ്യാപകമായ വരൾച്ച കുറ്റവാളിയാകാം, റൂമേഴ്സ് സിദ്ധാന്തിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ സംഘം വലിയ ജലസംഭരണികൾ കണ്ടെത്തിയിട്ടുണ്ട്. സമൃദ്ധമായ മഴയ്ക്ക് പേരുകേട്ട ഒരു ആമസോൺ പ്രദേശത്ത് ഇത് പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. തീർച്ചയായും ഇവ കുടിവെള്ള വിതരണത്തിനോ അതോ മത്സ്യത്തെയോ കടലാമകളെയോ വളർത്തുന്നതിനാണോ എന്ന് അറിയില്ല. പക്ഷെ അവ അവിടെ ഉണ്ടെന്ന് വളരെ രസകരമാണ്, അദ്ദേഹം പറയുന്നു. ചരിത്രത്തിൽ പലതവണ ആമസോൺ മേഖലകളിൽ കടുത്ത വളർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ സംസ്കാരത്തിനും അത് സംഭവിച്ചിരിക്കാം. അത് അജ്ഞാതമായ ഒരു അന്ത്യത്തെ അഭിമുഖീകരിച്ചെങ്കിലും ഇവിടെ അഭിവൃദ്ധി പ്രാപിച്ച സംസ്കാരം ആമസോൺ യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ തൊട്ടുകൂടാത്ത മരുഭൂമി പ്രദേശങ്ങളിൽ ഒന്നല്ലെന്നും താരതമ്യേന ആധുനിക കാലം വരെ ഒരു അനിയന്ത്രിതമായ വനം പോലും ആയിരുന്നില്ല എന്നതിന്റെ വർദ്ധിച്ചു വരുന്ന തെളിവുകൾ കൂട്ടിച്ചേർക്കുന്നു. പാലിയോ ക്ലൈമറ്റ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആമസോൺ വനത്തിന്റെ ഭൂരിഭാഗവും സംശയിക്കപ്പെടുന്നതിനേക്കാൾ വളരെ ചെറുപ്പമാണെന്നും ആമസോണിന്റെ വലിയ ഭാഗങ്ങൾ ഒരുപക്ഷെ 1/5 യൂറോപ്പുകാർ അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് തുറന്ന പരിസ്ഥിതികളായിരുന്നുവെന്നും അത്തരം ഒരു പരിസ്ഥിതി ലാൻഡ്സ്കേപ്പ് എഞ്ചിനീയറിംഗിന്റെ തരം സുഗമമാക്കുകയും അത് ആമസോണിയൻകാർക്ക് കൂടുതൽ പ്രകടമാവുകയും ചെയ്യുന്നു. അവരിൽ പലരും ഉയർന്ന തരത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ ഓർഗനൈസേഷനുള്ള നഗരങ്ങളിലോ നഗരപ്രാന്തങ്ങളിലോ താമസിക്കുന്നവരായിരിക്കാം. എക്കൻബർഗർ ബ്രസീലിലെ സിംഗു മേഖലയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഡസൻ കണക്കിന് കമ്മ്യൂണിറ്റികളെ ഗാർഡൻ സിറ്റികൾ എന്ന് വിളിക്കുന്നു. വീടുകൾ, പ്ലാസകൾ, പാലിസൈഡ് മതിലുകൾ എന്നിവ അവിടെ ഉൾപ്പെടുന്നു. ബൊളീവിയയിൽ കാണപ്പെടുന്ന വലിയ സ്മാരക കേന്ദ്രങ്ങൾ സൈറ്റുകളിൽ ഇല്ലെങ്കിലും അവ റോഡുകൾ, പാലങ്ങൾ, കനാലുകൾ എന്നിവയുടെ ഒരു സംവിധാനത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവയെല്ലാം വയലുകളും മത്സ്യ ഫാമുകളും മറ്റ് സവിശേഷതകളും ഉള്ള ഒരു വലിയ എഞ്ചിനീയറിംഗ് ലാൻഡ്സ്കേപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൗതുകകരമെന്ന് പറയട്ടെ, ഈ കുറഞ്ഞ സാന്ദ്രത നഗര സംസ്കാരം അത് ഒരു നഗര കേന്ദ്രമില്ലാത്ത സബർബൻ കമ്മ്യൂണിറ്റികളുടെ ഒരു കൂട്ടം പോലെയായിരുന്നു. വനത്തിനുള്ളിൽ ഇങ്ങനെയുള്ള നാഗരികതകളെ കണ്ടെത്തുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ളതിനാൽ മനുഷ്യർ വ്യക്തമായി നിർമ്മിച്ച മണ്ണ് പണികൾ, ജിയോഗ്ലിഫ്സ് എന്നറിയപ്പെടുന്ന ഡിസൈനുകൾ, മറ്റ് നിരവധി നാഗരികതകൾ ആമസോൺ പ്രദേശങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2018 സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് ചെയ്തത് ബ്രസീലിലെ മാറ്റോ ഗ്രോസോ സംസ്ഥാനത്തിലെ ആമസോൺ വനത്തിന്റെ വലിയ പ്രദേശങ്ങൾ ഒരു കാലത്ത് വളരെ കുറച്ച് ജനവാസം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു എന്നാണ്.
ഗ്രാമങ്ങളും വിചിത്രമായ ആകൃതിയിലുള്ള ഭൗമരേഖകളും കൊണ്ട് നിറഞ്ഞിരുന്നു. ഇവിടെ പോലും വലിയ നദികളിൽ നിന്ന് അകലെ ആമസോൺ തടത്തിന്റെ 7% മാത്രം പ്രതിനിധീകരിക്കുന്ന ഒരു പ്രദേശത്ത് 1250-നും 1500-നും ഇടയിൽ നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ 1 ദശലക്ഷം ആളുകൾക്ക് താമസിക്കാമായിരുന്നു എന്നാണ് അനുമാനം. എന്നിരുന്നാലും വലിയ നഗര കേന്ദ്രങ്ങൾ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നങ്കുരമിട്ടിട്ടുണ്ടെങ്കിൽ അവ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. വളരെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു സെറ്റിൽമെന്റുകളുടെ അത്തരം കണ്ടെത്തലുകൾ. ഒരു കാലത്ത് ഇവിടെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന വലിയതും പരിഷ്കൃതവുമായ ജനസംഖ്യ ഉണ്ടായിരുന്നിട്ടും വിദൂരവും ഇടതൂർന്നതുമായ വനങ്ങൾ ആമസോണിൽ നാഗരികതയുടെ ശാശ്വതമായ തെളിവുകൾ കണ്ടെത്താൻ പ്രയാസമാണ്. എന്നാൽ ലിഡാർ സാങ്കേതിക വിദ്യ ഭാവിയിലെ കണ്ടെത്തലുകൾ വേഗത വർദ്ധിപ്പിക്കുന്നുവെന്ന് തോന്നുന്നു. ലിഡാർ പുരാവസ്തു ഗവേഷണത്തിന് പരിവർത്തനം ചെയ്തു. ഈ കൃതി അതിന്റെ മികച്ച ഉദാഹരണമാണ്. ഫിഷർ പറയുന്നു, ഈ ഗവേഷകർക്ക് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകാത്ത പാറ്റേണിംഗ് കാണാൻ കഴിഞ്ഞു. ആ പാറ്റേൺ ആമസോണിൽ വളരെ നന്നായി പ്രകടമാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സെറ്റിൽമെന്റ് സിസ്റ്റത്തിനുള്ളിൽ ഉൾച്ചേർത്ത 2 വലിയ സെറ്റിൽമെന്റുകൾ വ്യക്തമായി കാണിച്ചു. ഇത് തികച്ചും അത്ഭുതകരമാണ്. ആമസോൺ ഒരിക്കൽ മനുഷ്യ പ്രവർത്തനങ്ങളാൽ നിറഞ്ഞിരുന്നുവെന്ന് തോന്നുന്നുവെങ്കിലും ഇപ്പോൾ ഈ പ്രദേശത്ത് ജനസാന്ദ്രത വളരെ കുറവാണ്. എന്നാൽ ആമസോൺ അതിവേഗം മാറുകയാണ്. കൃഷി, ഊർജ്ജ ഉൽപാദനം, അത്തരം ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന റോഡുകളും അണക്കെട്ടുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഭൂതകാല സംസ്കാരങ്ങളുടെ മറഞ്ഞിരുന്ന രേഖകൾക്കൊപ്പം തടസ്സപ്പെടാത്ത പ്രദേശങ്ങളിൽ പലതും അധികകാലം നിലനിൽക്കില്ല. ആമസോണിന്റെ വലിയ തോതിലുള്ള ലിഡാർ സ്കാനിങ്ങിനായി ഫിഷർ വാദിക്കുകയും ചെയ്യും. കൂടാതെ അത് ഭാവിയിലേക്ക് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഭൂതകാലത്തിൽ അവശേഷിക്കുന്നത് പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു എർത്ത് ആർക്കൈവ് പ്രോജക്റ്റാണ് അത്. ആമസോൺ നഷ്ടപ്പെടുന്നു, അദ്ദേഹം പറയുന്നു. അവിടെ ഉണ്ടെന്ന് ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു യഥാർത്ഥ ദുരന്തമാണ്. ആമസോൺ ജനവാസ കേന്ദ്രം ആയിരുന്നു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഈ വീഡിയോ ഇവിടെ കഴിയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.